നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏർലി മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ആദ്യത്തെ മൈൽ സ്റ്റോൺ വരുന്നത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാല് സക്ക് ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. അതായത് സക്കിങ് സ്വോളോയിങ് എന്ന് പറയുന്ന റിഫ്ലെക്സ് തനിയെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം വരുന്ന ഒരു മൈൽ സ്റ്റോൺ. നന്നായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ പാല് നന്നായിട്ട് കുടിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും ആ ഒരു ന്യൂ ബോൺ പീരീഡ് എന്ന് പറയുന്ന സമയങ്ങളിൽ. രണ്ടാമത് നമ്മൾ പറയുന്നത് 2 മന്ത് ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സോഷ്യൽ സ്മൈൽ, അതായത് നമ്മുടെ മുഖത്ത് നോക്കി കുഞ്ഞുങ്ങൾ ചിരിക്കണം എന്നുള്ളത്, നമ്മുടെ കണ്ണുകളിൽ നോക്കി കുഞ്ഞുങ്ങൾ ചിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. മൂന്നാമത്തത് മൈൽ സ്റ്റോൺസ് നമുക്കൊരു 4 മന്ത് ഒക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തല ഉറക്കണം, കുഞ്ഞുങ്ങളുടെ തല അല്ലേ, ഹെഡ് കൺട്രോൾ കംപ്ലീറ്റഡ് ആവണം ഈ 4 മന്ത് ആവുന്ന സമയത്ത്. ഒരു 5 ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെഡ് കൺട്രോൾ അറ്റൻഡ് ആയിരിക്കും, കുഞ്ഞുങ്ങൾ തിരിഞ്ഞും ഒക്കെ നോക്കാനൊക്കെ ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്ക് അവർ റോൾ ഓവർ ചെയ്യുന്നുണ്ട്, മാത്രമല്ല 90 ഡിഗ്രിയോളം തല പൊക്കി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നല്ല കൺട്രോളിൽ തല തിരിച്ച് നമ്മൾ വിളിച്ചാലൊക്കെ തല തിരിച്ച് ആ സൈഡിലോട്ട് നോക്കുന്നതും. 8 മന്ത് ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തനിയെ എണീറ്റിരിക്കണം, അതായത് സെൽഫ് സിറ്റിംഗ് തനിയെ ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് തനിയെ കമന്ന് കടന്നിട്ടാണെങ്കിൽ തനിയെ കമന്ന് റോൾ ഓവർ ചെയ്ത് തനിയെ എണീറ്റ് ഒരു സൈഡ് ചരിഞ്ഞ് തനിയെ എണീറ്റിരിക്കുക എന്നുള്ളതാണ് 8 മന്തിലെ ഒരു മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് സെൽഫ് സിറ്റിംഗ് ആണ്. ഒരു 12 മന്ത് ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടേ, കുഞ്ഞുങ്ങൾ പിടിച്ച് എണീറ്റ് നമ്മളെ പിടിച്ചെണീറ്റ് ഒരു 2 സെക്കൻഡ്സിൽ കൈവിട്ട് നിൽക്കുക. ഒരു 13 മന്ത് ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ 1-2 സ്റ്റെപ്പ് പിച്ച വെച്ചൊന്നിരിക്കും, 2-1 സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ ഹോൾഡിങ്ങിലായിരിക്കും, ഇല്ലെങ്കിൽ കൈ വിട്ട് 1-2 സ്റ്റെപ്പ് പിച്ച് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ആ സമയങ്ങളിൽ നമ്മൾ വോക്കർ കൊടുക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾ തനിയെ തന്നെ ബെയർ വെയിറ്റ് അറ്റൻഡായി, അതായത് കാൽപാദങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങൾ തനിയെ നടന്നു തുടങ്ങും. നമ്മൾ ഷൂസോ സോക്സോ അങ്ങനെയൊന്നും ആ സമയങ്ങളിൽ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു ബെയർ വെയിറ്റ് ലെഗ്സിൽ, അതായത് ആ കാലുകൾ വെച്ച് കുഞ്ഞുങ്ങൾ നന്നായിട്ട് പിച്ച വെച്ച് നടക്കണം. അതാണ് നമ്മുടെ അടുത്ത ഒരു മേജർ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് എന്താ, കുഞ്ഞുങ്ങൾ നന്നായിട്ട് എഴയും അല്ലെ, ക്രോളിങ് അറ്റൻഡ് ആയിരിക്കും. ഈ ഒരു സ്റ്റാൻഡിങ്ങിനാവുന്നതിന് മുന്നേ തന്നെ ക്രോളിംഗ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഡ് ആവും. അപ്പോൾ നമ്മുടെ മേജർ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് 2, 4, അതുപോലെ തന്നെ 8, പിന്നെ 12 മന്ത്സ്. ഈ ഒരു 3 മന്തിലെ മേജർ മൈൽ സ്റ്റോൺസ് നമ്മൾ നോക്കണം. കാരണം ഇതിൽ എന്തെങ്കിലും ഡിലേ, അതായത് താമസം കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആയിക്കോളും, വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിൽ പാരൻസ് ഇരിക്കരുത്. ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ നിങ്ങളൊരു പീഡിയാട്രീഷ്യൻ്റെ അടുത്തോ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കാണിക്കുക. കുഞ്ഞിന് എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതല്ല ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സസൈസിലൂടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസ് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും.